തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുക്കുന്നതോടെ കോൺഗ്രസിൽ ഗ്രൂപ്പ് യുദ്ധവും മുറുകുകയാണ്. സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കട്ടെ എന്ന ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണ്. പാർട്ടിയിൽ തന്നെ വിമർശനം ഉയർന്നതോടെ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് സീറ്റുകൾ പ്രഖ്യാപിക്കാനുള്ള തത്രപ്പാടിലാണ് KPCC. ഇതിനകം പാർട്ടി പ്രഖ്യാപിക്കാതെ തന്നെ ചിലർ സ്ഥാനാർത്ഥികളായി ഫ്ലെക്സും ചുമരെഴുത്തും തുടങ്ങിക്കഴിഞ്ഞു. VD സതീശന്റെ പുതുയുഗ യാത്രയുടെ സമാപനം തിരുവനന്തപുരത്തെത്തുമ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിരുന്നു നീക്കം. എന്നാൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും VD സതീശനും ഒന്നും സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നേതൃത്വം പലവട്ടം ഇടപെട്ടിട്ടും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ജില്ലയിലെ നേതാക്കളെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഗ്രൂപ്പ് യുദ്ധമാണ് അവിടെ നടക്കുന്നത്. മറ്റൊന്നും നോക്കാതെ ജയമാണ് ഇക്കുറി വേണ്ടതെന്ന് കേന്ദ്ര നേതൃത്വം ആവർത്തിച്ചു പറഞ്ഞിട്ടും ആലപ്പുഴയിൽ രക്ഷയില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പതിവ് പോലെ പോസ്റ്റർ യുദ്ധവും തുടങ്ങി. ആറന്മുളയിൽ അബിൻ വർക്കിയെ വേണ്ടെന്നാണ് കോൺഗ്രസിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ. തൃത്താലയിൽ VT ബൽറാമിന്റെ പ്രമാണിത്വം മുതിർന്ന നേതാക്കളെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. കുന്നത്തൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സത്യാഗ്രഹം നടത്തുമെന്നും പ്രഖ്യാപിച്ചു. പാലക്കാട് ഷാഫി പറമ്പിലിന്റെ ആധിപത്യം അവസാനിപ്പിക്കണമെന്ന് ഗ്രൂപ്പ് മറന്ന് എല്ലാവരും പറയുന്നു. ഷാഫിയുടെ ഇടപെടലിലൂടെയാണ് മാങ്കൂട്ടത്തിലിന് സീറ്റ് നൽകിയതും പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കി വെച്ചതും. തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക അതിക്രമ കേസ് മറ്റു പാർട്ടികൾ മുഖ്യ വിഷയമാക്കും. ഇതിന് ഉത്തരവാദി ഷാഫി പറമ്പിലാണെന്നാണ് പാലക്കാട്ടെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിൽ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിലും ഒരു വിഭാഗം പ്രതിഷേധിക്കുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ TP ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഒരു കൂട്ടം കോൺഗ്രസുകാർ രാജിവെക്കുമെന്നാണ് നേതൃത്വത്തെ അറിയിച്ചത്. മുതിർന്നവരും യുവാക്കളും തമ്മിലുള്ള പോരും ഒരു ഭാഗത്ത് മുറുകി. സീറ്റ് വീതം വെപ്പിൽ യുവാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യത്തോട് KPCC മുഖം തിരിച്ചു നിൽക്കുന്നുവെന്നാണ് അവരുടെ പരിഭവം. സ്ഥാനാർത്ഥി നിർണയം ഒരു വശത്ത് ഇഴയുന്നുണ്ടെങ്കിലും UDF-ലെ സീറ്റ് വിഭജനം ഇപ്പോഴും കീറാമുട്ടിയായി തുടരുകയാണ്. മുസ്ലിം ലീഗുമായി മാത്രമാണ് ഇതുവരെ ധാരണയിലെത്താൻ കഴിഞ്ഞത്. മറ്റു ഘടക കക്ഷികളുമായുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. RSP 4 സീറ്റുകളിൽ ധാരണയായെങ്കിലും ഇരവിപുരത്ത് പ്രഖ്യാപിച്ച വിഷ്ണു മോഹനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നാണ് ഭാരവാഹികളുടെ ആവശ്യം. കേരള കോൺഗ്രസ് ജോസഫിന് 10 സീറ്റുകൾ 8 കുറച്ചതിലും ഇടുക്കി കുട്ടനാട് സീറ്റുകൾ വിട്ടു നൽകേണ്ടി വരുന്നതിലും ജോസഫ് വിഭാഗം കടുത്ത അതൃപ്തിയിലാണ്. പ്രത്യേകിച്ചും കുട്ടനാട് സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണവർ. കൊല്ലം സീറ്റിനായി ഫോർവേഡ് ബ്ലോക്ക് പിടിമുറുക്കുന്നുണ്ടെങ്കിലും വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. വൈപ്പിൻ, കായംകുളം, അരുവിക്കര, മലമ്പുഴ എന്നിവയിൽ ഒന്നുകൂടി വേണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. CMP, കേരള കോൺഗ്രസ്, ജേക്കബ് വിഭാഗങ്ങളെ ഓരോ സീറ്റിലൊതുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് പ്രധാന കക്ഷികളെ അനുനയിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയാകും.